ഇന്ന് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 10 കാട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാശ്മീരി ചില്ലിയും സാധാ മുളകും കൂടെ നമ്മൾ ഒരുമിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് എരിവും കുറവായിരിക്കും, അത്യാവശ്യം കളറും കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ മസാല മേടിച്ചിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളൊരു നാരങ്ങ എടുത്തിട്ട് 2 മുറിച്ചെടുത്ത് നമ്മളത് മുഴുവൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പുളിയും കിട്ടും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാല നല്ലൊരു സോഫ്റ്റായി കിട്ടും. ഇനി കുറച്ച് ഓയിലൂടെ ചേർത്തിട്ട് നമ്മളത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ലാസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക്, ഫ്രഷ് കുരുമുളക് എടുത്ത് കല്ല് വെച്ച് ഇടിച്ചെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഗരം മസാലക്കകത്ത് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളതാണ്, എന്നാലും നമ്മൾ സെപ്പറേറ്റ് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. പൊടിച്ചെടുത്ത കുരുമുളക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് വേണം എല്ലാത്തിലും തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇത് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓരോ കാട എടുത്തിട്ട് അതിലേക്ക് തേച്ച് നല്ലോണം പിടിപ്പിച്ച് കുറച്ച് നേരം വെക്കണത്. അപ്പോൾ കാട നമ്മൾ നേരത്തെ വരഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാ കാടക്കോഴിയിലും നമ്മളൊന്ന് വരഞ്ഞ് വെക്കാൻ പോയി. അപ്പോൾ നല്ലോണം വരഞ്ഞ് വെച്ചാൽ മാത്രമേ നല്ലോണം മസാല അതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ടെടുത്ത് വരഞ്ഞങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ലോണം അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം പിന്നെ നമ്മളടുത്ത കാര്യം ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളിത് എല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 എടുത്തിരുന്നത്. അപ്പോൾ 10 എടുത്ത് നമ്മളിത് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മസാല നമ്മൾ എല്ലാത്തിനും നല്ലോണം തേച്ച് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിലും പുറമേയൊക്കെ ആയിട്ട് നല്ലോണം നമ്മളങ്ങോട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റിൽ വെക്കണം നമ്മൾ. ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ നല്ലോണം മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് അടച്ചു വെച്ചിട്ട് വേണം നമുക്ക് പിന്നെ അടുത്ത കുക്കിംഗ് നോക്കാൻ. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച കാടക്കോഴി ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അത് സ്റ്റൗ കത്തിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുന്നത് ഒരു ചെറിയ ചീനച്ചട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു 3 എണ്ണമൊക്കെ കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ അത് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ.
എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോരോ കോഴീനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കോഴിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടുമ്പോഴേക്കും തെറിച്ച് മേത്തേക്ക് വീഴാൻ ശ്രദ്ധിക്കണം. മസാലയിൽ ചെറിയ ജലാംശം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആദ്യം ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇത് രണ്ടാമത്തെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3 ഇപ്പോൾ കിടക്കുള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളിപ്പോൾ 3 ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ച് സമയം എടുക്കും നല്ലോണം ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഒരു വശം ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതൊന്നെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത സൈഡ് കൂടെ നമുക്ക് മറിച്ച് അങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് അതും ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഏകദേശം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അത് കോരി മാറ്റാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഇനി ഇത് ഇപ്പോൾ കോരി മാറ്റും. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ 3 വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വേപ്പിലൂടെ നമുക്ക് വറുത്തെടുക്കാം ഇതിൻ്റെ പുറമെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് നമ്മൾ എല്ലാം വറുത്ത് നമ്മളിത് പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.